ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമുക്ക് സാന്ത്വനം 2 ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ഞാൻ പറയാൻ പോണ തമിഴിലെ റീമേക്ക് ആണ്. അതായത് തമിഴിലെ ഭാഗങ്ങൾ എപ്പിസോഡ്സും ആണ് ഇപ്പൊ നമുക്ക് മലയാളത്തിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തമിഴിലെ ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇനി വരാൻ പോകുന്ന ആഴ്ച എന്ന് പറയുന്നത് നമ്മുടെ മിത്രക്കാണെന്നുണ്ടെങ്കിൽ പോലീസ് സെലക്ഷൻ കിട്ടിയ കാര്യം ബാലൻ അറിയാൻ പോകുവാട്ടോ. അങ്ങനെ പോലീസിലേക്കുള്ള ട്രെയിനിങ്ങും ടെസ്റ്റുകളും മിത്രക്ക് ഇനിയും ബാക്കിയുണ്ട്. അപ്പൊ അതിനു വേണ്ടി പോണ മുമ്പ് ബാലനോട് ഇങ്ങനെ പറയുമ്പോ ബാലൻ അതിനെ എതിർത്തൊന്നും പറയുന്നില്ല കേട്ടോ. എന്താ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതുപോലെ അങ്ങ് ചെയ്തോ എന്ന് തന്നെയാണ് ബാലൻ പറയണത്. അതേസമയം നമ്മുടെ ദേവിയാണെന്നുണ്ടെങ്കിൽ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉദയഭാനും അതുപോലെ തന്നെ സ്ത്രീകളെയും കൂട്ടി എങ്ങനെ ദേവിനെ വീണ്ടും ആ വീട്ടിലേക്ക് കയറ്റി വിടാം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുതിയ പുതിയ ഐഡിയകൾ കണ്ടുപിടിക്കുമ്പോ ദേവി പറയുന്നുണ്ട്, എന്റെ പൊന്നമ്മേ അച്ഛ, ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇനി ഒരു ഐഡിയ എടുക്കല്ലേ, എനിക്ക് മതിയായി. നിങ്ങൾ ഓരോന്നൊക്കെ നുണയും പറഞ്ഞ് കാര്യങ്ങളും പറഞ്ഞ് എന്നെ അവിടേക്ക് തള്ളിവിടും. അവസാനം ഞാനാണ് അവിടെ പോയിട്ട് അനുഭവിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരു കള്ളത്തരവും പറയല്ലേ. ആനന്ദേട്ടന് എപ്പോഴെങ്കിലും എന്റെ സ്നേഹം മനസ്സിലാക്കി എന്നെ വിളിച്ചോണ്ട് പോയിക്കോളും. അത്രയും നാൾ ഞാൻ കാത്തിരുന്നോളാം എന്ന് പറയുമ്പോ ശ്രീകല പറയണ്ട, അത്ര നാൾ നീ എങ്ങനെ കാത്തിരുന്നോളാം എന്ന് പറഞ്ഞത് പ്രായം കൂടി വരുവാണ്. ഇതേ ഇന്ന് ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ദിവസം കഴിയും തോറും വർഷങ്ങൾ കഴിയും തോറും ഉണ്ടല്ലോ ഈ പ്രശ്നത്തിന്റെ ആ ഒരു ഇത് മാറിയിട്ട് പിന്നെ നിങ്ങൾ രണ്ടുപേരും ശരിക്കും രണ്ടും രണ്ടായി പോകും. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഒന്നിക്കണതാണ് നല്ലത് എന്നൊക്കെ പറയുമ്പോ ദേവി പറയണ്ട, എനിക്ക് വയ്യമ്മേ, ഇനി അവരുടെ മുമ്പിൽ പോയി നിൽക്കാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഈ കല്യാണം നടക്കണ സമയത്ത് പറഞ്ഞതല്ലേ, ആനന്ദേട്ടൻ എന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കണത്. സത്യങ്ങളൊക്കെ ആനന്ദേട്ടനോട് പറഞ്ഞാലും ഒരു കുഴപ്പവും സംഭവിക്കുമെന്ന്. അപ്പൊ നിങ്ങൾക്കാരും നിർബന്ധം സത്യങ്ങളൊന്നും പറയില്ലെന്ന്. ആനന്ദേട്ടൻ എന്താ സത്യങ്ങൾ അറിഞ്ഞപ്പോ എന്നോട് പറഞ്ഞതെന്നറിയാവോ? ഞാനൊരു പാവപ്പെട്ടുള്ള വീട്ടിലെ പെണ്ണാണെങ്കിലും പഠിപ്പും അതുപോലെ തന്നെ പത്രാസും സ്വർണവും അതുപോലെ തന്നെ ബന്ധുബലം ഒന്നും ഇല്ലെങ്കിൽ പോലും ആനന്ദേട്ടന് ഇഷ്ടപ്പെട്ടത് എന്നെയാണ്, എന്നെ വിവാഹം കഴിച്ചാനെന്നാ പറഞ്ഞത്. സത്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞെങ്കിലും ആനന്ദേട്ടൻ എന്നെ തന്നെ വിവാഹം കഴിക്കുള്ളൂമായിരുന്നു. പക്ഷെ നോണ പറഞ്ഞു ആ പാവത്തെ പറ്റിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പൊട്ടിത്തെറി ഉണ്ടായത്. എല്ലാത്തിനും കാരണം അമ്മയും അച്ഛനും മാത്രമല്ല, ഞാൻ എന്നെയും കുറ്റം പറയാണ് എന്നൊക്കെ പറയാണ് ദേവി. അങ്ങനെ ദേവി വീട്ടിലിരിക്കുന്നതോറും ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. ഭക്ഷണം കഴിക്കണതാണെങ്കിൽ അപ്പൊ തന്നെ ഛർദിക്കുന്നു, പിന്നെ തലകറക്കം, അങ്ങനത്തെ പല പ്രശ്നങ്ങളും വരും കേട്ടോ. അപ്പൊ സ്ത്രീകളെ പറയുന്നുണ്ട്, ഇത് വേറൊന്നും കൊണ്ടല്ല, നീ ഭക്ഷണം കഴിക്കാത്തോണ്ടിട്ടാണ് എന്നൊക്കെ പറയാണ്. പെട്ടെന്ന് ദേവിക്ക് ഒരു സംശയം പോലെ തോന്നുവാണ്, ഇനി താൻ പ്രഗ്നന്റ് ആണോന്ന്. വിദ്യ എടുത്ത് ഈ കാര്യം ദേവി പറയുന്നുണ്ട്. അപ്പൊ വിദ്യ പുറത്ത് കടയിൽ പോയിട്ട് ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങിച്ച് ദേവിക്ക് കൊടുക്കാട്ടോ. ദേവിയാണെന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ പോയിട്ട് വിദ്യ പറഞ്ഞു കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്, ഇവിടേക്ക് ഇങ്ങനെ ഒഴിക്കണം. അപ്പൊ ഇങ്ങനെ 2 ലൈൻ ആണെങ്കിൽ നോക്കണം, 1 ലൈൻ ആണെങ്കിൽ പ്രഗ്നന്റ് അല്ല, 2 ലൈൻ ആണ് തെളിയെങ്കിൽ പ്രഗ്നന്റ് ആണ്. ഇത് സത്യം തന്നെ ആയിരിക്കും അതോ ഇതില് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എനിക്ക് വിശ്വാസമൊന്നും ഇല്ലെന്ന് ദേവി പറയുമ്പോൾ എന്റെ ചേച്ചി 99% കറക്റ്റ് ആയിരിക്കും, 1% മാത്രമേ മാറാൻ ചാൻസ് ഉള്ളൂ. എല്ലാവരും ഇപ്പൊ ഇത് തന്നെയാ ടെസ്റ്റ് ചെയ്യണത്. ഇപ്പൊ ചേച്ചി ഹോസ്പിറ്റലിൽ പോയി നോക്കിയാലും അവർ ഇത് തന്നെയാ ടെസ്റ്റ് ചെയ്യുള്ളൂ. ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് കൂടി ചെയ്യും. അതിനേക്കാൾ നല്ലത് നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് നോക്കാലോ എന്നൊക്കെ പറയാണ്. ചേച്ചി പോയി നോക്ക്, ഞാൻ പറയണ പോലെ തന്നെ ചെയ്യണോ എന്നൊക്കെ പറഞ്ഞിട്ട് ബാത്റൂമിലേക്ക് കയറ്റിയാണ് ദേവീനെ. ദേവി ബാത്റൂമിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത്, ടെസ്റ്റ് ചെയ്യണത്. ഈശ്വര, ഒരു കുഞ്ഞ് ദേവിയുടെ മനസ്സിലും ഒരു കുഞ്ഞുണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു തോന്നല്. ആനന്ദമായിട്ട് ഒന്നിക്കാനല്ല, തനിക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ തനിക്ക് ജീവിക്കാൻ തോന്നുമല്ലോ എന്നൊരു തോന്നല് ദേവിക്ക് വരുവാണ്. അങ്ങനെ ദേവി ആ ടെസ്റ്റിനെ നടത്തുമ്പോഴേക്കും 2 ലൈൻ തെളിയാണ്. ദേവി സന്തോഷം കൊണ്ട് ഓടി പുറത്തേക്ക് വരുവാണ്. അപ്പോഴേക്കും നമ്മുടെ സ്ത്രീകളെ വരുന്നുണ്ട്. എന്തായി മക്കളെ, എന്തായും ചോദിക്കുമ്പോ ദേവി പൊട്ടിക്കറിയാണ്. അപ്പൊ സ്ത്രീകളെ പണ്ട് അപ്പൊ ഒന്നും ആയില്ലല്ലേ, സാരമില്ല മോളെ, കല്യാണം കഴിഞ്ഞ് 2-3 വർഷമൊക്കെ ആകുമ്പോഴാണ് ചിലർക്ക് കുട്ടികൾ ഉണ്ടാവുന്നത്. പിന്നെ നീ മാത്രമല്ലല്ലോ, നിന്റെ മുമ്പ് കല്യാണം കഴിഞ്ഞതാണല്ലോ മിത്രയുടെയും മീനാക്ഷിയുടെ ഒക്കെ, എന്നിട്ട് അവർക്കൊന്നും വിശേഷമായിട്ടില്ലല്ലോ, അതുകൊണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുമ്പോ ദേവി ആ പ്രഗ്നൻസി കിറ്റ് കാണിക്കുമ്പോ സന്തോഷമാവാട്ടെ എല്ലാവർക്കും. അപ്പൊ തന്നെ ഉദയഭാനു പറയണടി, സ്ത്രീകളെ വാടി, നമുക്ക് പോയിട്ട് ഇത് ആഘോഷമാക്കാടി എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ലഡുവും ജിലേബിയൊക്കെ വാങ്ങിച്ച് നമ്മുടെ ദേവമംഗലത്തേക്ക് പോകാട്ടോ. അപ്പോ ബാലനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും വാ കേറി വാന്നൊക്കെ പറയണം. അപ്പൊ എല്ലായിടത്തും സന്തോഷ വാർത്ത പറയാൻ പോണം. എവിടെ മീനാക്ഷി, എവിടെ മിത്ര, എവിടെ ആര്യനെവിടെ, ആനന്ദ് എവിടെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കണം. അപ്പൊ എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. അപ്പൊ എല്ലാവരും വന്ന് നിൽക്കാണ്. എന്താ സന്തോഷ വാർത്ത? അപ്പോഴേക്കും സ്ത്രീകളെ പറയണ്ട് ഗോമതി അടുത്ത്, ഗോമതി ചേച്ചി ഒരു സന്തോഷ വാർത്തയുണ്ട്. സ്ത്രീകളെ സന്തോഷ വാർത്ത എന്താന്ന് പറ, ആദ്യം മധുരം കഴിക്കുന്നു പറയാണ്. അങ്ങനെ ആദ്യം മധുരം കഴിക്കുന്നുണ്ട്, ഇനി സന്തോഷ വാർത്ത പറയാന്ന് പറയാണ്. അപ്പൊ എല്ലാവരും മധുരം എടുക്കുന്നുണ്ട്. അപ്പൊ കഴിക്കുന്നില്ല കേട്ടോ, ഇങ്ങനെ കയ്യെ പിടിച്ചോണ്ടിരിക്കുകയാണ്. അതെ, നമ്മുടെ ദേവി മോള് പ്രഗ്നന്റ് ആണെന്ന്, ആനന്ദിനും ദേവിക്കും കുഞ്ഞ് ജനിക്കാൻ പോകാണ് എന്ന് പറയുമ്പോഴേക്കും സന്തോഷം കൊണ്ട് കണ്ണ് നിറയാട്ടോ ഗോമതിയുടെ. ബാലനും ഭയങ്കര സന്തോഷമാണ്. അത്രയും നേരം
ഉണ്ടായിരുന്ന ആ ഒരു വെറുപ്പും പകയൊക്കെ ആ ഒരു ഒറ്റ സെക്കൻഡ് ബാലൻ ഇല്ലാതാവാണ്. മീനാക്ഷിക്കും മിത്രക്കൊക്കെ സന്തോഷം കൊണ്ട് പറ്റുന്നില്ല. എല്ലാരും തുള്ളിച്ചാടി ലഡു അപ്പൊ തന്നെ വായിലേക്ക് ആക്കാണ്. അങ്ങനെ സന്തോഷം കൊണ്ട് അവിടെ ഇരിക്കാൻ നിൽക്കാം. അപ്പൊ ഗോമതി പണ്ടയ്യോ എനിക്ക് ഇപ്പൊ തന്നെ എന്റെ മോളെ കാണണം, ഇപ്പൊ തന്നെ മോളെ കാണുന്നു പറഞ്ഞു. പക്ഷെ ആനന്ദിന് മാത്രം സന്തോഷമൊന്നുമില്ല. മനസ്സിൽ എവിടേക്ക് ഒരു സന്തോഷം വരുന്നുണ്ടെങ്കിലും തന്റെ കുഞ്ഞ് എന്തൊക്കെ പറഞ്ഞാലും ആ കള്ളം പറഞ്ഞു നടന്ന ദേവിയുടെ വയറ്റിലാണല്ലോ വളരേണ്ടി വന്നത്. ആ കുഞ്ഞിന്റെ ഒരു അവസ്ഥ എന്നൊക്കെ ആലോചിക്കുകയാണ് നമ്മുടെ ആനന്ദ് കേട്ടോ. ഗോമതി ആണെങ്കിൽ എനിക്ക് എന്റെ മരുമോളെ ഇപ്പൊ കാണണം, ശ്രീകര നിങ്ങളുടെ ഇപ്പൊ കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ, എന്റെ മരുമോളെ ഇങ്ങോട്ട് കൊണ്ടുപോവാന്ന് പറയണത്. അതിനെന്താ ഗോമതി ചോദിച്ചത്, ഞങ്ങൾ ഇപ്പൊ തന്നെ പോയി കൊണ്ടുവരാം എന്ന് പറയാണ്. അപ്പൊ ഗോമതി ആണെങ്കിൽ അവരപ്പൊ തന്നെ ഇറങ്ങുന്നുണ്ടോ. ഗോമതി ആണെങ്കിൽ ബാലനോട് പറയുന്നുണ്ട്, ബാലേട്ടാ അവള് വരുമ്പോ ആരതി എടുക്കണം, പിന്നെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ മോൾക്ക്. മീനാക്ഷി മിത്ര നമുക്കൊന്ന് സദ്യ ഒരുക്കിയാലോ, പായസം ഒരു 4 തരം പായസം വേണം. അപ്പൊ മിത്ര പണ്ട് ദേവിയടുത്തേക്ക് പാലട പ്രഥമനാണ് ഇഷ്ടം, അത് ഞാൻ ഉണ്ടായിക്കോളാം എന്ന് മീനാക്ഷി പറഞ്ഞു. വേണ്ട വേണ്ട ആരും ഉണ്ടാക്കണ്ട, ഞാൻ തന്നെ ഉണ്ടാക്കും. പലഹാരം എന്താ ഉണ്ടാക്കേണ്ടത്, അത് വട്ട് പിടിച്ച പോലെ ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടാട്ടോ. അത് കാണുമ്പോഴേക്കും ആനന്ദിനെ വിഷമമാണ്. പാവം ഇത്രമാത്രമാണ് അവളെ സ്നേഹിക്കണതെന്ന് ആലോചിച്ചിട്ട്. അപ്പോഴേക്കും നമ്മുടെ ആര്യനും അതുപോലെ തന്നെ അങ്ങനെ എല്ലാവരും കൂടി ആനന്ദിനെ കൈയൊക്കെ കൊടുക്കട്ടെ. കൺഗ്രാചുലേഷൻ ചേട്ടാ, അവസാനം ചേട്ടന്റെ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ചേട്ടന്റെ കുഞ്ഞ് തന്നെയാണ് ആദ്യം ജനിക്കാൻ പോണത് എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടെ ഇരിക്കണം. അപ്പൊ ഗോമതി പറഞ്ഞിട്ട് എപ്പ ചേട്ടന്റെയാണ്, അടുത്തത് നിങ്ങളുടെയാണെന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ ദേവീനെയും കൂട്ടിക്കൊണ്ട് അപ്പൊ തന്നെ ഉദയഭാനും ശ്രീകലയും വരുന്നുണ്ട്. ഗോമതി സന്തോഷം കൊണ്ട് ഓടി വരുവാട്ടോ. എന്നിട്ട് ആരാധേക്ക് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ശേഷം മധുരം കൊടുക്കുന്നുണ്ട്. ബാലേട്ട എന്താ ബാലേട്ട ഞാനിപ്പോ എന്റെ മോൾക്ക് കൊടുക്കുക, തനിക്ക് എന്ത് തോന്നോ അതങ്ങ് കൊടുത്തോ എന്ന് ബാലൻ പറയാണ്. ഗോമതി കയ്യിലെ വള ഊരാണ്. അമ്മ എന്താ അമ്മ ഇതൊന്നും വേണ്ട എന്ന് ദേവി പറയുമ്പോഴേക്കും അതൊന്നും പറ്റില്ല മോളെ, ഇത് ഞാനിത് തൂക്കോ ഭാരോ ഒന്നും നോക്കുന്നില്ല, നിനക്ക് എന്ത് തന്നാലാ മതിയാവുമെന്ന് എനിക്ക് അറിയില്ല മോളെ എന്ന് പറഞ്ഞിട്ട് കയ്യിലെ വാള ഊരി ദേവിക്ക് ഇട്ട് കൊടുക്കാണ്. ദേവിക്ക് സന്തോഷം വന്നിട്ട് അങ്ങനെ കാലി വീഴാൻ പോകുമ്പോ ഗോമതി പറഞ്ഞു, അയ്യോ കാലിലൊന്നും ഈ സമയത്ത് വീഴരുത്, നീ കുനിയാനൊന്നും പാടില്ല വന്നേന്ന് പറഞ്ഞിട്ട് പിടിച്ചിരുത്താണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ദേവിക്ക് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാട്ടോ. പക്ഷെ അതേസമയം നമ്മുടെ ധർമ്മനും ഭാര്യയും കൂടി ഹണിമൂണിന് പോകുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പാണ് ഇവര് ദേവമംഗലത്ത് വിരുന്നിനെ വരുന്നത് കേട്ടോ. വിരുന്നിനെ വരുമ്പോഴേക്കും മീനാക്ഷിയും ഇത്രയും കൂടി ഇവരറിയാണ്ടൊന്ന്, അത് വേറൊരു അർത്ഥത്തിലും അല്ല, ചേച്ചിയാണെന്ന് അറിയാം, എന്നാലും നമ്മുടെ മാമന്റെ ഭാര്യയല്ലേ, അപ്പൊ അമ്മായി എന്നാണല്ലോ വിളിക്കേണ്ടത്. അപ്പൊ ചുമ്മാ അങ്ങനെ വിളിക്കുകയാണ്. അപ്പൊ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. അപ്പൊ തന്നെ സുകന്യവും എന്നെ അമ്മായി എന്നോ, എനിക്ക് നിങ്ങളെക്കാളും പ്രായം കുറവാണ്, അമ്മായി പോലും നിങ്ങളുടെ ധർമ്മമാമനെ മാമാന്ന് നിങ്ങൾ വിളിച്ചോ, എന്നെ അമ്മായി എന്ന് വിളിക്കേണ്ട, അമ്മാന്ന് വിളിച്ചാൽ എന്നെ പ്രായക്കൂടുതലൊന്നും നിങ്ങൾ ആക്കാൻ നിൽക്കണ്ട, എന്നെ സുകന്യാന്നോ ചേച്ചിന്നോ വിളിച്ചാൽ മതി എന്നൊക്കെ പറയാണ്. മീനാക്ഷി മിത്രടുത്ത് പറഞ്ഞു, ഓ അവർക്കൊരു തണ്ട് കൂടുതലാണല്ലോ, നമ്മുടെ മാമനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവോ, എനിക്കറിയില്ല എടുത്തി, ഓ ആകെ കൂടി വല്ലാത്തൊരു ബുദ്ധിമുട്ടാവാ, ഒരു സന്തോഷ വാർത്ത കേട്ടേ ഉള്ളൂ ദേവിയെടുത്ത് പ്രഗ്നന്റ് ആണെന്ന്, ആ സന്തോഷ വാർത്ത നശിപ്പിച്ച് കളയാൻ വേണ്ടിട്ടാ ഇവരിങ്ങോട്ടേക്ക് വന്നത്, അത് ഇവരുടെ സ്വഭാവം ഇങ്ങനെയാണ് എനിക്ക് പന്തലി വെച്ചേ തോന്നിയായിരുന്നു എന്നൊക്കെ മിത്ര പറയുന്നുണ്ട്. ശേഷം സുകന്യയും അതുപോലെ തന്നെ ധർമ്മനും കൂടിയിട്ട് അവിടെ വിരുന്നിനൊക്കെ വരുന്നുണ്ട്. അതിന് ശേഷമാണ് ഇവര് ഹണിമൂണിന് പോകണം കേട്ടോ. ഹണിമൂണിന് പോകുമ്പോഴാണെങ്കിൽ ധർമ്മന് ഇഷ്ടമില്ല ഈ മോഡേൺ ഡ്രസ് ഒന്നും ഇടാണ്ട്. പക്ഷെ സുകന്യ നിർബന്ധിച്ച് ധർമ്മനെ കൊണ്ട് നിക്കറും പാന്റൊക്കെ ഇടിപ്പിക്കുകയാണ്. നിക്കറും ജീൻസ് പോലത്തെ ടീഷർട്ടൊക്കെ ഇടിപ്പിക്കുകയാണ്. ശേഷം സുകന്യയും അതുപോലത്തെ ഡ്രസ്സൊക്കെ ആയിട്ട് ഇടുന്നത്. എന്നിട്ട് അവര് ലോകം ഇങ്ങനെ ചുറ്റി കാണാണ്. പക്ഷെ ഹണിമൂണാന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ, വെറുതെ ഒരു യാത്ര അത്ര മാത്രമേ ഉള്ളൂ അവരുടെ ജീവിതത്തിൽ കേട്ടോ. പക്ഷെ മറ്റുള്ളവർ വിചാരം അവര് ഭാര്യയും ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നൊക്കെയാണ് മറ്റുള്ളവരുടെ വിചാരം. എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡാണ് ഇനി അങ്ങോട്ട് വരാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.